കുഞ്ഞ് ഇന്നക്കി കൊച്ചാണ് ഇന്നക്കി കൊച്ച്. ഇതെന്ത് സാധനം ഇത്? മിക്സ് ആക്കണേണാ? ഇതൊക്കെ എന്തു അത്? മാലിട്ടേരട്ടമ്മ, മാലിട്ടേരട്ടെ കൊച്ചിന്. എവിടെ പോണേ ഇന്ന് വൈകിട്ട്? എവിടെ നോക്കി പറഞ്ഞേ? ഇഷ്ടമാണോ ബീച്ചിൽ പോണത്? കുഞ്ഞിലാര ബീച്ചിൽ കൊണ്ടോണേ? അച്ഛമ്മ എന്നെ മുത്തേ. അമ്മ എന്ത് സാധനങ്ങളും വേണേ എടുത്തോ. ഇതൊക്കെ എന്തുവാ കുഞ്ഞാവേ? ഗട്ടർ വേണോ, ഇത് തക്കോലി വേണോ, ഇത് വേണോ, ബുഷ് വേണോ, ദീവന വേണോ? എന്തോ കുഞ്ഞ ഇതൊക്കെ? എന്താ അത്? എന്താ അമ്മ എന്താ വേണമെങ്കിലും തേവൂനെയാണ് വേണ്ടത്. എന്ത് സാധനങ്ങളും വേണമെങ്കിൽ കടയിൽ തരോ? ഇതെന്ത് സാധനമാണ്? അത് 5 രൂപ. 5 രൂപ? ഇതിനാ? ഇതിന് 5 രൂപയൊന്നുമില്ല, ഇതിന് 1 രൂപ ഉള്ളൂ. എടുത്തോ. ഞാൻ ഇത് ഫ്രീ ആയിട്ട് എടുക്കട്ടെ? എടുത്തോ. എത്തോട്ടെ? എക്കട്ടെ? 5 രൂപ. അമ്പടാ, മിടുക്കി കുഞ്ഞാണല്ല. എന്ത് വേണമെങ്കിലും പറഞ്ഞു. കഷ്ണം എനിക്കണില്ലല്ലോ. വേണ്ട, ഇങ്ങനെ മാറിക്ക്. എന്നാ ഇഷ്ടമല്ലോ എനിക്കിച്ചോ. അടിച്ചടാ. എന്നെ രാവിലെ എങ്ങനെ എണീപ്പിച്ചത്? ഇങ്ങനെ എന്നെ രാവിലെ സ്നേഹിച്ച നല്ല അടിപൊളി മുളകിയാറും ചോറും മീൻകറി. ആർക്ക് 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 മുടി മാറ്റിക്ക. എവിടെയെങ്കിലും ഞങ്ങൾ പോണ ദിവസം ഇങ്ങനെ ഒരു വലിയ പാത്രത്തിൽ ചോറെടുക്കും. ഉച്ചക്കാണ് ഇറങ്ങണമെങ്കിൽ. അടിപൊളി. അങ്ങനെ ഈ മുളകാറ് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങ അരച്ച് വെക്കണം എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ചാള മുളകാറിട്ട് വെച്ച് ഭയങ്കര ഇഷ്ടമാണ്. കിളിമീനൊക്കെ മുളകാറിട്ട് വെച്ച് ഭയങ്കര ഇഷ്ടമാണ്. മുടി മാറ്റിക്കേ. ആർക്ക്? വന്നേ. ഒരു കൂടി കൂടി ആച്ചക്ക് ഞാൻ കൊടുത്തോളാം. വാ, ഒരു കൂടി കൂടി വാ. കണ്ടോടെ വന്നേക്കണ ഓടല്ലേ കണ്ടി. അവിടെ ചായ കുടിച്ചിട്ട് വരാം. ദേവുക്കുട്ട ചായ കുടിച്ചിട്ട് വരാം. അവിടെ നോക്കട്ടെ. ഞങ്ങള് വെള്ളത്തിലിറങ്ങും അച്ഛേ, ഞങ്ങള് വെള്ളത്തിലിറങ്ങും. ഡുഡു ദേ വീഴും.
4-ാം വയസ്സിൽ നട്ടപ്രാന്തെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇതതിലും മേലെ എന്തോ ആണ്. വെക്കേഷൻ ആയതുകൊണ്ട് ബീച്ചിൽ പോകണം എന്നുള്ള ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാമെന്ന് കരുതിയിരുന്നു. ഷോർട്സിൽ കാണുന്ന പോലെ ബീച്ചിൽ മണ്ണിൽ ഡൂയോ അവളുടെ സ്വന്തം പരവതാനി തന്നെ ഇന്ന് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കാം. വെൽക്കം ടു ബീച്ച് ഡേ വ്ലോഗ് ഫ്രം ദ കേൾ ലൈഫ് സ്റ്റോറീസ്. അച്ഛനൊറ്റക്കൂടൂ ഇതോ ദേവകുഞ്ഞെ ഇതാരാണത്? സുന്ദരി എന്നൊക്കെ എന്ത് ചെയ്യാനാ സഹായിക്കണ്ടേ? ദേവ നടക്ക് പയ്യെ കൈതാ. അച്ചടത്തോടെ ഓടിക്കോ. ഏട്ടാ കൊച്ചിനെ പിടിക്കട്ടാ. വീഡിയോയിൽ എനിക്ക് ഡൂയോൻ്റെ ചെറിയ ചിരികളും ശബ്ദങ്ങളും അവളുടെ മനസ്സിലാവാത്തതും മനസ്സിലാകുന്നതുമായ കുറച്ചധികം ഭാഷയൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ ക്യാപ്ചർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് വോയിസ് ഓവർ ഈ വീഡിയോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദേവുവിനാണെങ്കിലും ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇൻ കേസ് അച്ഛനെയോ അമ്മയെയോ മിസ് ചെയ്യുന്ന കുറച്ച് മൊമെൻറ്റ്സ് അവൾക്കിതൊക്കെ കേൾക്കുമ്പോൾ അവൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. നമ്മളെപ്പോലെ തന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് വലുതൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ആസ്വദിക്കുന്ന പോലെ തന്നെ അവരും കണ്ട് ആസ്വദിച്ചാലോ. അപ്പോൾ അവർക്കൊരു ചെറിയ ചിരിയും ഇങ്ങനെയൊക്കെ അച്ഛനും അമ്മയൊക്കെ അവരെ കൊണ്ടാവുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള തോന്നലും വന്നാലോ. എടാ കുഞ്ഞ ഇപ്പോൾ ഇവളുള്ളത് കൊണ്ടും എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം ഞാൻ സ്വന്തമായിട്ട് എനിക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് കൊണ്ടും അച്ഛൻ്റെയും മോളുടെയും കുറച്ചധികം നല്ല മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏട്ടൻ എനിക്ക് എൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നു ദേവുവിനായിട്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എടാ എടാ മര്യാദക്കിരുന്നേ. ദേവു മൂക്കിലോട്ട് അടിച്ചു കയറും. ഇടം പിടിച്ചോടോ. ദേവു എടുത്തോണ്ടോ ഓട്ടാ എടുത്തോണ്ടോ. വേണ്ട വേണ്ട വേണ്ട. പിടിച്ചോട്ടോ ഇഷ്ടേട്ടാ. പിടിച്ചോട്ട് പിടിക്ക. ഇഷ്ടായോ? അയ്യേ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് എനിക്ക് മീൻസ് സെൽഫായിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇപ്പോൾ അവരുടെ ഹാപ്പിനെസ് ആണല്ലോ. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, നമുക്ക് വലിയ ലോങ് ആയിട്ടൊന്നും എവിടെയും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ പോലും അവളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം അല്ലേ. അതുകൊണ്ട് അതങ്ങനെ അങ്ങനെ അങ്ങനെ പോയി.
വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇവക്കെന്തോ ഭ്രാന്ത് പിടിച്ച പോലെയാണെന്നുള്ള കാര്യം ഏകദേശം ഇപ്പം എനിക്കൊരു ധാരണയായി. ഇതിന് കിടക്കല്ലേട്ടാ, വേണ്ടിട്ട് ദേവു ദേവു ചെവിയിൽ വെള്ളം കയറൂട്ടാ, ചെവി വേറെ എടുക്കുവേ. ദേഹത്തൊക്കെ മണ്ണാവും കുഞ്ഞു. എടാ കൊച്ച്, കാരണം ഞാനെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എൻ്റെ പഴയ കുഞ്ഞു പ്രായത്തിലെ ഫോട്ടോസ്. ഇപ്പം മാക്സിമം ഫോട്ടോസ് ഞാൻ തന്നെയാണ് കേട്ടോ കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ പാരൻസൊക്കെ എടുത്ത് വെച്ചത് എനിക്ക് ഏകദേശം ഒരു ഓർമ്മയുണ്ട്, ഒരു ആൽബം പോലെയൊക്കെ സെറ്റ് ചെയ്ത്. പക്ഷെ ഞാൻ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോട്ടോസ് പോയിട്ടുണ്ട്. വെള്ളം വരണ്ട്, വെള്ളം വരണ്ട്. ഇനി വരൂ കേട്ടാ, നീ മണ്ണ്. ഇവിടെ വെള്ളം വരണ്ട, ഇപ്പൊ വെള്ളം വരും. നോക്കിക്കോ നോക്കിക്കോ. ഇഷ്ടായ നീ അവിടെ കണ്ട എത്തിയില്ലടാ. അതെ അടുത്ത വരിപ്പ. വാ വാ വാ, ഓടി വാ ഓടി വാ. ഇഷ്ടായോ? മുഴുവൻ വരും, ഇപ്പൊ വരും. അവിടെ നിന്ന് വരും കേട്ടോ, വലിയ കോട്ടതര വരും. വലിയ കാട്ടത്തിര വന്നേക്കണം കഥേ അവിടെ. ചിരിച്ചേ, അച്ഛനൊക്കെ ചിരിച്ച്. അയ്യേ ചൂച്ചുള്ളി നമ്മുടെ വേത്ത്. എടാ മൂത്രം ഒഴിച്ചടാ എന്റെ വേത്ത്. അടങ്ങി ചൂട് തന്നെ. അയ്യേ കളിപ്പിട്. വെള്ളം വന്നിട്ടാ ഉള്ളിയതൊക്കെ പോയി. പണ്ട് കാലത്തൊക്കെ പാരൻസൊക്കെ ഫോൺ പോലും ഇല്ലാത്ത സമയത്ത്, ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം പോലും ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ എടുത്ത് വെച്ചിരുന്നാണെങ്കിൽ നമ്മൾ ഈ പ്രായത്തിലാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ അയ്യോ ഇത് ഞാൻ തന്നെയാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമല്ലേ. സോ ഈ കാലഘട്ടത്തിൽ ഇതുള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ നല്ല വീഡിയോസും കുറേ നല്ല എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ്സും പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യും. മാക്സിമം അവിടേക്ക് ഇരിക്കവിടെ. ഇനി എവിടെയെങ്കിലും പോയാൽ അടിയാണ് ദേ വന്നിട്ട് വരുവടാ. അധികം അങ്ങോട്ട് കേറില്ല. അവിടെ അത്രേ വരുള്ളൂ. അത് കുഞ്ഞല്ലത് മതിന്ന് കുഞ്ഞിനോട് അമ്മ പറഞ്ഞ്.
ഈ പ്രായത്തിൽ എന്തുമാത്രം ആഗ്രഹം ഉണ്ടാവും പിള്ളേർക്ക് മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ പറയാറുള്ളൂ. കാരണം അവർക്ക് കാണുമ്പോൾ കൗതുകം തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ആഗ്രഹം പോലെ നമ്മുടെ അടുത്ത് പറയാറുള്ളൂ. എനിക്ക് ദേവു ആയതിന് ശേഷമാണ് ശരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് പോലും. എൻ്റെ ലൈഫ് മാറി, കാഴ്ചപ്പാട് മാറി, എൻ്റെ രീതികൾ മാറി, എൻ്റെ പ്രയോറിറ്റീസ് മാറി. നമ്മൾ നമ്മളെക്കാളേറെ കോൺഷ്യസ് ആവുന്നത് കുട്ടിയുടെ കാര്യത്തിലാവും. അതുപോലെ തന്നെ പാരൻറ്റിങ് എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണെന്നുള്ള കാര്യം, അത് ഈക്വലി ഷെയർഡ് ആയിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വമാണെന്നുള്ള കാര്യം പോലും ഇയാൾ വന്നതിന് ശേഷം പഠിച്ചൊരു കാര്യമാണ്. നമ്മൾ വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ തന്നെയുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എന്നാലും സ്വന്തമായ ഒരാളുണ്ടായപ്പോൾ ഏകദേശം നമുക്കൊരു ധാരണയായി, ഓക്കെ ഇനി ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള മൊമെൻറ്റ്സൊക്കെ. ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ആയിട്ടൊക്കെ എടുത്ത് വെക്കുമ്പോഴാണെങ്കിലും, ഇവളുടെ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ കേൾക്കുമ്പോഴാണെങ്കിലും, ഇവളുടെ സന്തോഷം കാണുമ്പോഴാണെങ്കിലും ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുഞ്ഞു കുഞ്ഞു പ്രായത്തിലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആൻഡ് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ഫ്രം കേൾ ലൈഫ് സ്റ്റോറീസ്.